വിക്രമിൻ്റെ ഒരു 2-3 പടം ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു തിരിച്ചുവരവാണ് കേട്ടോ. ഓസം. നമുക്ക് ആ കാട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല. അല്ല, ഒരു ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ട്വിസ്റ്റൊക്കെ റിലീവ് ചെയ്യുന്ന ആ സീനൊക്കെ ഗംഭീരം. നമ്മൾ പാർവതിയൊക്കെ നമ്മൾ ഫെമിനിസ്റ്റാണ്, ആനയാണ്, ചേനയാണ്, പക്ഷെ അവരെ അഭിനയമൊക്കെ എൻ്റെ പൊന്നോ, ഒരു നാഷണൽ അവാർഡ് അതിൽ കുറച്ചൊന്നും പ്രതീക്ഷിക്കണം, അത്രയ്ക്ക് ഗംഭീരമാണ് കേട്ടോ. നെഗറ്റീവ് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചുമ്മാതെ അതായത് ടൈം പാസിന് വേണ്ടിയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യർ നെഗറ്റീവ് പറയത്തില്ല. സിനിമയായിട്ട് കാണുന്നവർക്ക് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. ഒരിടത്തും ഒരു ലാഗില്ല. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഒരു തന്നെ ബൂംസ് ആയിട്ടുള്ളൊരു സോങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള മനസ്സുള്ളവർക്കേ അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നെഗറ്റീവ് പറയുന്നവർ എനിക്കറിയത്തില്ല, എന്തിനു പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കല്ല. അത്രയ്ക്ക് ബർത്താണ്. നമ്മൾ കൊടുത്ത കാശിന് മുതലാക്കാൻ പറ്റുന്ന സിനിമയാണ്. മലയാളികളുടെ ഇതിൽ നമ്മുടെ മാളവിക ചെയ്തിട്ടുണ്ട്, ആരതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. എൻ്റെ പൊന്നോ അതൊക്കെ നമ്മൾ മാളവികയാണോ ഇത് എന്ന് വെച്ചാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ആ മേക്കപ്പും കോസ്റ്റ്യൂമും ഒരു രക്ഷയില്ല. അതിൽ വില്ലൻ ആയിട്ട് വരുന്ന ആൾ, നമുക്കറിയാം അയാൾ വില്ലനാണെന്ന്, പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അയാളെയൊക്കെ ഒന്ന് വിക്രം തന്നെ പുള്ളീനെ ഒന്ന് ഡൗൺ ചെയ്യുന്ന ആ ഒരു എങ്ങനെയാണത് വിവരിക്കേണ്ടതെന്നില്ല. സീക്വൻസ് ഒക്കെ സൂപ്പർ. നെഗറ്റീവ് പറയുന്നവർ നിങ്ങൾ മൈൻഡ് വയ്ക്കരുത്. സത്യമായിട്ട് സിനിമ ബോത്താണ്.